സംസ്ഥാനത്ത് ദേശീയപാത നിർമ്മാണത്തിനിടെ തകർന്ന സംഭവത്തിൽ കടുത്ത നടപടിയുമായി ദേശീയപാത അതോറിറ്റി NHAI പ്രൊജക്ട് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്തു. NHAIയുടെ സൈറ്റ് എഞ്ചിനീയറെ പിരിച്ചുവിട്ടു. കോൺട്രാക്ടർ സ്വന്തം ചെലവിൽ സ്ഥലത്ത് പാലം നിർമ്മിക്കണമെന്നും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന്റെ ഉത്തരവ്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് ബൽറാം, അങ്ങേയറ്റം കടുത്ത നടപടിയിലേക്ക് ദേശീയപാത അതോറിറ്റി പോവുകയാണ്. കരാറുകാരൻ സ്വന്തം ചെലവിൽ അവിടെ പാലം നിർമ്മിക്കണം. ഇതിന് ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി, പിരിച്ചുവിടൽ, സസ്പെൻഷൻ അടക്കം. എന്തൊക്കെയാണ് ഉപരിതല ഗതാഗത വകുപ്പിന്റെ മറ്റ് നിർദ്ദേശങ്ങൾ? ഇതിന്റെ തുടർ നടപടികൾ കൂടുതൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണല്ലോ, അല്ലേ? വിജയകുമാർ, മലപ്പുറത്ത് ദേശീയപാത 66 തകർന്ന സംഭവത്തെ അതീവ ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം NHAIയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇതിന്റെ കരാർ ഉണ്ടായിരുന്ന കമ്പനിക്കെതിരെ നടപടിയെടുത്തിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടികളും. NHAIയുടെ പ്രൊജക്ട് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ സൈറ്റ് എഞ്ചിനീയറെ പുറത്താക്കിയിരിക്കുകയാണ് ദേശീയപാത അതോറിറ്റി. ഇതോടൊപ്പം തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ റോഡ് നിർമ്മാണം നടത്തിയ കോൺട്രാക്ടർ സ്വന്തം ചെലവിൽ ഈ തകർന്ന ഇടത്ത് പാലം നിർമ്മിക്കാൻ ഉള്ള നിർദ്ദേശവും ദേശീയപാത അതോറിറ്റി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായി ഈ പ്രദേശത്തെ ദേശീയപാത 66-ലെ 17 പ്രൊജക്ടുകൾ, 17 പാക്കേജുകളുടെയും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതിലെ ചെരിവ്, സംരക്ഷണ നടപടികളുടെ പര്യാപ്തത, എംബാങ്ക്മെന്റ് എന്നിവ പരിശോധിക്കുന്നതിനായി ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. 3 അംഗ സമിതിയാണ് ഈ കാര്യങ്ങൾ പരിശോധിക്കുക. അതിൽ പ്രധാനമായും ഈ സമിതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ ഈ മേഖലയിലെ 3 വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള വിദഗ്ധർ ഉൾപ്പെടുന്നതാണ് ഈ സമിതി. പ്രധാനമായും CRRIയിലെ ചീഫ് സയന്റിസ്റ്റായി വിരമിച്ച ഡോക്ടർ കിഷോർ കുമാർ, ഒപ്പം തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരള യൂണിറ്റിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ V അമ്പിളി, കൂടാതെ പാലക്കാട് IITയിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ മേധാവി ആയ ഡോക്ടർ സുധീഷ് TK എന്നിവർ ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ഈ 17 പാക്കേജുകളും സംബന്ധിച്ചും ഈ സമിതി വിശദമായി തന്നെ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പായി നേരത്തെ ഈ ദേശീയപാത തകർന്ന ഉടൻ തന്നെ ഡോക്ടർ GV റാവുവിന്റെ നേതൃത്വത്തിലുള്ള 4 അംഗ സമിതി രൂപീകരിച്ചിരുന്നു, വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിരുന്നു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി. ഈ സമിതിയുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും 3 അംഗ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുക. ദേശീയപാത നിർമ്മാണത്തിലെ പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ ഉന്നതതല സമിതി നേരത്തെ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട്. പ്രധാനമായും മണ്ണിന്റെ ഗുണനിലവാരം അടക്കമുള്ളവ പരിശോധിച്ചില്ല എന്നും ഇത് പരിശോധിക്കാതെ നടത്തിയ നിർമ്മാണ പ്രവർത്തികളാണ് ഈ ദേശീയപാത തകരാൻ ഇടയായത് എന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ ദേശീയപാത തകർന്ന ഇടത്ത് ഏതാണ്ട് 1 കിലോമീറ്ററോളം റോഡ് പുനർനിർമ്മിക്കണമെന്നും കൂടാതെ 400 മീറ്ററോളം നീളത്തിൽ പാലം നിർമ്മിക്കണം എന്നുമുള്ള ശുപാർശയും സമിതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ 400 മീറ്റർ പാലമാണ് കോൺട്രാക്ടർ സ്വന്തം ചെലവിൽ നിർമ്മിക്കണം എന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. തുടർന്നും ഈ ദേശീയപാത പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായി തന്നെ മേൽനോട്ടവും വിലയിരുത്തലുകളും ഉണ്ടാകുമെന്നും ഉള്ള വ്യക്തമായ സൂചന തന്നെയാണ് ഈ വിദഗ്ധ സമിതിയുടെ രൂപീകരണം അടക്കമുള്ള നടപടികളിലൂടെ വ്യക്തമാകുന്നത്. വിജയകുമാർ.